മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കെ മുരളീധരൻ ആരോഗ്യവകുപ്പിൽ ആദ്യ ശുദ്ധികലശം നടത്തിയത് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയെ മാറ്റിക്കൊണ്ടായിരുന്നു. തുടർന്നുണ്ടായ പുകലുകൾ ആരോഗ്യ വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു. ഒടുവിൽ ഡോക്ടർ കെ ജെ റീനയുടെ സ്ഥലമാറ്റ ഉത്തരവ് തടഞ്ഞുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് കാര്യങ്ങളൊന്ന് തെളിഞ്ഞത്. എന്നിരുന്നാലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ പോരാട്ടം തുടരുമെന്ന് അവർ പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ DHS നിയമനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ ജെ റീന നടത്തുന്ന നിയമ പോരാട്ടത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ. ആരോഗ്യ വകുപ്പിൽ 57,000-ൽ പരം ജീവനക്കാരുണ്ടെന്നും അവരിൽ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്കും പരാതികൾക്കും മറുപടി പറയുകയല്ല ആരോഗ്യമന്ത്രിയുടെ ജോലിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡോക്ടർ കെ ജെ റീന ഉന്നയിക്കുന്ന പരാതികളും നടത്തുന്ന നിയമ പോരാട്ടങ്ങളും അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. എന്നാൽ അതിനോടൊക്കെ അനുദിനം പ്രതികരിക്കാനും വിശദീകരണം നൽകാനും വകുപ്പ് മേധാവിമാർക്കോ മന്ത്രിക്കോ സമയമില്ലെന്ന് മുരളീധരൻ തുറന്നടിച്ചു. ആ വീഡിയോ ചേർക്കുന്നു, കാണാം. എല്ലാവരും പറയുന്നതിന് മറുപടി പറയലല്ല മന്ത്രിയുടെ ജോലി. ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് വേണം പറയാൻ. ഞാനിങ്ങനെ ചാനൽ വാർത്തകൾ മാത്രമേ എനിക്കറിയുള്ളൂ. കാര്യങ്ങൾ പരിശോധിക്കാം. ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് തിരുത്തും. എക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. 57,000-ൽ പരം സ്റ്റാഫുണ്ട് ആരോഗ്യവകുപ്പിൽ. എല്ലാവരും പറയുന്നതിന് മറുപടി പറയലല്ല മന്ത്രിയുടെ ജോലി. ശരി, അതിൻ്റെ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ആരെ ഏതിൻ്റെ അത് വകുപ്പ് എടുക്കട്ടെ, വകുപ്പ് സ്വീകരിക്കട്ടെ. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമാണല്ലോ. പരസ്പരം ചർച്ച ചെയ്യാതെ അഭിപ്രായം പറയാൻ പറ്റില്ല. ഈ ഹൈപ്പവർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പം മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ എന്തായിരിക്കും തുടർ നടപടി? കാരണം ഇന്നലെ അത് സംബന്ധിച്ച് മറ്റ് മന്ത്രിമാരുമായിട്ട് ഹൈപ്പവർ കമ്മിറ്റി ചർച്ച നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയൊക്കെ. അപ്പോൾ ഈ ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് പകർച്ചവ്യാധികൾ ഇനി കൂടുതൽ പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കലാണ്. പ്രത്യേകിച്ച് ഇനി മഴക്കാലം വരാൻ പോവുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. മറ്റ് വിഷയങ്ങൾ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടല്ല, ഇപ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ട്. അതനുസരിച്ച് മറ്റ് മന്ത്രിമാരുമായി സംസാരിച്ച് ഒരു കോർഡിനേഷനോടുകൂടിയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ടും സ്ഥിരീകരിക്കും. വീഴ്ച സംഭവിച്ച് ഫെബ്രുവരിയിലോട്ട് തുടങ്ങേണ്ടതാണല്ലോ. അത് പിന്നെ വീഴ്ചയുണ്ടാവില്ലേ? ഫെബ്രുവരിയിൽ തുടങ്ങേണ്ട ഏർപ്പാടാണ്. ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ വകുപ്പ് കിട്ടുന്നത്. ശരി, ഏതാ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. ഈ മദ്യനികുതിയിൽ വലിയ രണ്ടാം ബാർക്കോഴ എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ ആരോപണം. അതൊക്കെ ഇന്നലെ അസംബ്ലിയിൽ പറയേണ്ട പോലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്.